നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരായ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. ഇടതുപക്ഷം നടത്തിയത് വില കുറഞ്ഞ രാഷ്ട്രീയ കുതിരക്കച്ചവടമെന്ന് പ്രതിപക്ഷം. പരാജയത്തിന്റെ ജാള്യത മറച്ചുവെക്കുവാനുള്ള തരംതാണ പ്രകടനമാണ് UDF-ന്റേതെന്ന് ഭരണപക്ഷം. പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ തെളിവെടുപ്പിനായി പുളിങ്ങോം കാനംവയലിലെത്തിച്ചു. വിവരമറിഞ്ഞ് കാനംവയലിൽ തടിച്ചുകൂടിയത് 100 കണക്കിന് ആളുകൾ. ഹക്കീം വധക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നിരാഹാര സത്യാഗ്രഹം 49ാം ദിവസത്തിലേക്ക്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് AV രഞ്ജിത്തിന്റെ നിരാഹാരം 2 ദിവസം പിന്നിട്ടു. അന്വേഷണം CBIക്ക് വിടാനായി വീണ്ടും കേന്ദ്ര സർക്കാരിനെ സമീപിക്കാമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉറപ്പു നൽകിയതായി സമരസമിതി ഭാരവാഹികൾ. ശുചിത്വ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും പ്രസംഗത്തിലൊതുങ്ങുന്നതായി ആക്ഷേപം. പ്രത്യക്ഷ ഉദാഹരണമായി ചെറുകുന്ന മാർക്കറ്റ് പരിസരം. മാലിന്യങ്ങളൊഴുകി പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ. പെരളം കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പണിതീർത്ത ഉണർവ് വയോജന പകൽ വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ അധികൃതരുടെ വീഴ്ച. പൂർണ്ണമായി തകർന്ന ചിറ്റാരിക്കൽ ചെറുപുഴ റൂട്ടിൽ പ്രതിഷേധ സൂചകമായി സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തി. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. പ്രതിപക്ഷ കക്ഷി നേതാവ് ഉസ്മാൻ പാണ്ഡ്യാലയാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. ഭരണം നിലനിർത്താനും വീഴ്ത്താനും അണിയറയിൽ ഇരു മുന്നണികളും നടത്തിയത് ശക്തമായ ചരടുവലികളാണ്. ഇടതുപക്ഷം നടത്തിയത് വില കുറഞ്ഞ രാഷ്ട്രീയ കുതിരക്കച്ചവടമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പരാജയത്തിന്റെ ജാള്യത മറച്ചുവെക്കാനുള്ള തരംതാണ പ്രകടനമാണ് UDF-ഉം പ്രതിപക്ഷവും നടത്തിയതെന്ന് ഭരണപക്ഷം. 6 അംഗങ്ങളുടെ മാത്രം പിന്തുണയുള്ള LDF ഭരണസമിതിക്കെതിരെ 7 അംഗങ്ങളുടെ പിന്തുണ അവകാശപ്പെട്ട് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾ. കഴിഞ്ഞ മാസം 19-നാണ് പ്രതിപക്ഷ കക്ഷി നേതാവ് ഉസ്മാൻ പാണ്ഡ്യാല ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. 6 വീതം സീറ്റുകളുടെ സമനിലയിൽ നറുക്കെടുപ്പിലൂടെ ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരം നേടിയ LDF-നെതിരെ മാടക്കാൽ ഉപതെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് കൂടി നേടാനായതോടെയാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചത്. എന്നാൽ അവിശ്വാസ പ്രമേയ ചർച്ച തന്നെ അപ്രസക്തമാക്കും വിധം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇരു മുന്നണികളിലും അന്തർനാടകങ്ങൾ പലതും അരങ്ങേറി. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് UDF സീറ്റായ കന്നുവീട് കടപ്പുറത്തെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് അംഗം KV രാമചന്ദ്രനെ സമർത്ഥമായ നീക്കത്തിലൂടെ രാജിവെപ്പിക്കാനായതാണ് LDF-ന് നേട്ടമായത്. രാമചന്ദ്രന്റെ പിന്തുണ നഷ്ടമായതോടെ UDF വെട്ടിലായി. ജൂലൈ 1 രാവിലെ അവിശ്വാസ പ്രമേയ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ UDF അംഗങ്ങൾ ഭരണസമിതിക്കെതിരെയും CPM-നെതിരെയും കടുത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉന്നയിച്ചത്. അധികാരം നിലനിർത്താൻ CPM ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തെന്നും കുതിരക്കച്ചവടത്തിലൂടെയാണ് UDF അംഗത്തെ വശത്താക്കി രാജിവെപ്പിച്ചതെന്നും പ്രതിപക്ഷം ആക്ഷേപമുയർത്തിയതോടെ സഭ പ്രക്ഷുബ്ധമായി. ഒടുവിൽ പ്രിസൈഡിംഗ് ഓഫീസർ നീലേശ്വരം DDO നൂതനകുമാരി വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചതോടെ UDF അംഗങ്ങൾ സഭ ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തി. വോട്ടെടുപ്പിൽ 6 അംഗങ്ങൾ മാത്രമുള്ള LDF-ലെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായത് ഭരണപക്ഷത്തിന് അപ്രതീക്ഷിത നടുക്കമായി. വീണ്ടും അവകാശവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഇത് കാരണമാക്കി. വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചത് UDF-ന് ഇതോടെ ഇരട്ട തിരിച്ചടിയായി എന്ന് വേണം കരുതാൻ. ഏതായാലും നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ഗ്രാമപഞ്ചായത്ത് ഭരണം നിലനിർത്താൻ LDF-ന് സാധിച്ചു.
പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പരാജയത്തിന്റെ ജാള്യത മറച്ചുവെക്കാനുള്ള ശ്രമം മാത്രമാണെന്നും തങ്ങൾ അധികാരം നിലനിർത്താൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ നിന്നും വ്യതിചലിച്ച് യാതൊന്നും ചെയ്തിട്ടില്ലെന്നും പിന്നീട് LDF നേതാക്കളും പഞ്ചായത്ത് പ്രസിഡന്റും മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ സ്വാഭാവികമായിട്ടും നമ്പർ പ്രകാരം ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് സമ്മതിച്ചാണ്. വീണ്ടും നമ്മളൊരു സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവിശ്വാസം കൊണ്ടുവന്നിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ പുലമ്പി എന്ന് പറയാൻ വേണ്ടി കഴിയും. കാരണം ഭരണസമിതിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ പറയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മെമ്പർമാരെല്ലാം കാര്യങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്നൊരു നാണം കെട്ട ഒരു അവസ്ഥയാണ് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ അരങ്ങേറിയിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനും. പ്രലോഭനങ്ങൾ നൽകിയും ഭീഷണിപ്പെടുത്തിയും വലിയ സംഖ്യ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് UDFന്റെ മെമ്പറെ വിലക്കെടുത്തു എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. ഇത് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന CPMന് ഭൂഷണമാണോ എന്ന് CPMന്റെ നേതാക്കൾ മറുപടി വരേണ്ടതായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2.25 കൊല്ലം UDF ഭരിച്ചപ്പോൾ 10 കോടിയോളം ഉറുപ്പിയുടെ വികസന പ്രവർത്തനം പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നേ ഞങ്ങൾ ബഹിഷ്കരിക്കാനുണ്ടായ പ്രധാന കാരണം ഞങ്ങളുടെ മെമ്പറെ അവർ വിലക്കെടുത്തതുകൊണ്ട് തന്നെ പഞ്ചായത്ത് രാജ് ആക്ട് നിയമപ്രകാരം ആകെ മെമ്പർമാരിൽ കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പഞ്ചായത്ത് അവിശ്വാസ പ്രമേയം പാസ്സാവൂ എന്ന് വ്യക്തമായി UDFന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ഭരണം നിലനിർത്താൻ അവിശുദ്ധ മാർഗങ്ങൾ അവലംബിക്കുകയാണ് വലിയപറമ്പ ഭരണസമിതിയും ഇടതുപക്ഷവും എന്നാരോപിച്ച് UDF പ്രവർത്തകർ വലിയപറമ്പ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നടത്താനിരുന്ന ജനജാഗ്രതാ സദസ്സ് പ്രതിഷേധ മാർച്ചായി മാറി. അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്നതിനാൽ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പൊതുയോഗം നടത്താൻ പോലീസ് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് UDF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് നേരിയ തോതിൽ സംഘർഷഭരിതമായി. അധികാരം നിലനിർത്താൻ LDFും CPMും കുതിരക്കച്ചവടം നടത്തിയെന്നാരോപിച്ച് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് UDF കമ്മിറ്റി നടത്തിയ ജനജാഗ്രതാ സദസ്സ് പ്രതിഷേധ മാർച്ചായി മാറി. അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തുന്നതിനുള്ള അനുമതി പോലീസ് നിഷേധിച്ചിരുന്നെങ്കിലും വിലക്ക് ലംഘിച്ചാണ് പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് UDF നേതാക്കളും പ്രവർത്തകരും മാർച്ച് നടത്തിയത്. പ്രക്ഷുബ്ധ രംഗങ്ങൾ ഒഴിവാക്കാൻ മാർച്ചിനെ ചന്ദേര SI രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വഴിയിൽ തടഞ്ഞത് ചെറിയ തോതിൽ സംഘർഷത്തിനിടയാക്കി. പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. UDF നിയോജക മണ്ഡലം ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മുന്നണി നേതാക്കളായ KV ഗംഗാധരൻ, AGC ബഷീർ, KK രാജേന്ദ്രൻ, PK ഫൈസൽ, VK ബാവ, TV ബാലകൃഷ്ണൻ, P കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനാധിപത്യ മൂല്യങ്ങളെ കാറ്റിൽ പറത്തുകയാണ് CPM. അധാർമികമായ നീക്കങ്ങളിലൂടെ ഭരണം നിലനിർത്താൻ CPMും LDFും നടത്തിയത് ലജ്ജാകരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കരിമ്പിൽ കൃഷ്ണൻ പറഞ്ഞു. അവൻ്റെ വീട്ടിൽ തമ്പടിച്ച് കിടന്ന് ഈ രാമേന്ദ്രനെ കൂറുമാറ്റിച്ച് രാജിവെപ്പിച്ച് ഇതുപോലൊരു നാണം കെട്ട ഭരണം ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇതെന്തൊരു വിരോധാഭാസം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും ഞങ്ങൾക്ക് ഭരണം പ്രശ്നമല്ല, പിന്നെ ഇതെന്താ പ്രശ്നം? രാഷ്ട്രീയ വഞ്ചന നടത്തി മറുകണ്ഠം ചാടിയ KV രാമചന്ദ്രന് വോട്ടർമാർ മാപ്പ് നൽകില്ലെന്നും നേതാക്കൾ പറഞ്ഞു. പ്രതിഷേധ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി ശക്തമായ മുൻകരുതലുകളാണ് പോലീസ് ഒരുക്കിയിരുന്നത്. പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ തെളിവെടുപ്പിനായി പുളിങ്ങോം കാനം വയലിലെത്തിച്ചു. 3 വർഷം മുൻപ് കാനംവയൽ കോളനിയിലെത്തി ആഹാര പദാർത്ഥങ്ങൾ ശേഖരിച്ചു മടങ്ങിയ 6 സംഘത്തിലുണ്ടായിരുന്ന രൂപേഷിനെ തൊഴിലാളികൾ തിരിച്ചറിഞ്ഞു. മാവോയിസ്റ്റ് നേതാവിനെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത് വിവരമറിഞ്ഞ് കാനംവയലിൽ തടിച്ചുകൂടിയത് 100 കണക്കിന് ആളുകൾ. പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന പ്രമുഖ മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ തെളിവെടുപ്പിനായി പുളിങ്ങോം കാനംവയൽ കോളനിയിലെത്തിച്ചു. കനത്ത പോലീസ് സുരക്ഷയോടെ കാനംവയലിൽ തെളിവെടുപ്പിനായി എത്തിച്ച രൂപേഷിനെ കാണാൻ 100 കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. പോലീസ് വണ്ടിയിൽ നിന്നും തികച്ചും അക്ഷോഭ്യനായി പുറത്തിറങ്ങിയ രൂപേഷ് ആൾക്കൂട്ടത്തിന് മുന്നിൽ ഉറക്കെ മുദ്രാവാക്യം മുഴക്കി. മാവോയിസ്റ്റുകൾ തീവ്രവാദികളല്ലെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു രൂപേഷിന്റെ മുദ്രാവാക്യം വിളി. 2013 ഫെബ്രുവരി 1-നാണ് രൂപേഷ് ഉൾപ്പെടെ 6 സംഘം കാനംവയൽ കോളനിയിലെത്തി അരിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെ ആഹാര സാധനങ്ങൾ ശേഖരിച്ചത്. ഇക്കാര്യം ഫെബ്രുവരി 12-നാണ് പുറം ലോകമറിഞ്ഞത്. അന്ന് കാനംവയൽ കോളനിയിൽ സ്ത്രീ ഉൾപ്പെടെ ആയുധധാരികളായി എത്തിയ 6 സംഘത്തിലുണ്ടായിരുന്ന രൂപേഷിനെ വക്കച്ചൻ എന്ന തൊഴിലാളി തിരിച്ചറിഞ്ഞു. അന്ന് വാർത്ത പുറത്തു വന്നതോടെ കാനംവയലിലും സമീപത്തെ കർണാടക ഫോറസ്റ്റിലും തണ്ടർബോൾട്ട് ഉൾപ്പെടെ മാവോയിസ്റ്റ് വേട്ടയ്ക്കായി രൂപീകരിച്ച പ്രത്യേക ദൗത്യ സംഘവും കർണാടക സ്പെഷ്യൽ പോലീസ് ടീമും ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും രൂപേഷും സംഘവും പിടികൊടുക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് പിടിയിലായ രൂപേഷിനെ തെളിവെടുപ്പിനായി മലയോരത്തെത്തിക്കുന്ന വിവരമറിഞ്ഞ് വളരെ നേരത്തെ മുതൽ തന്നെ ആൾക്കാർ ഇവിടെ തടിച്ചുകൂടിയിരുന്നു.
വൈകിട്ട് 3:30യോടെയാണ് തളിപ്പറമ്പ് ഡിവൈഎസ്പി എ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ സിഐയുടെയും പെരിങ്ങോം പയ്യന്നൂർ ചിറ്റാരിക്കൽ SI-മാരുടെയും നേതൃത്വത്തിൽ വൻ പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടെ മാവോയിസ്റ്റ് നേതാവിനെ തെളിവെടുപ്പിനായി കാനംവയലിലെത്തിച്ചത്. ടൗണിലേക്ക് വിളിച്ചു വരുത്തിയ കാനംവയൽ കോളനിയിലെ വക്കച്ചനും ഏതാനും തൊഴിലാളികളും രൂപേഷിനെ തിരിച്ചറിഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രൂപേഷിനെയും കൊണ്ട് പോലീസ് സംഘം മടങ്ങുകയും ചെയ്തു. ഹക്കീം വധക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നിരാഹാര സത്യാഗ്രഹം 49ാം ദിവസത്തിലേക്ക്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് AV രഞ്ജിത്തിന്റെ സമരം 2 ദിവസം പിന്നിട്ടു. കഴിഞ്ഞ 10 ദിവസമായി നിരാഹാരമനുഷ്ഠിച്ചു വന്ന നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുവിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് AV രഞ്ജിത്ത് നിരാഹാരം ആരംഭിച്ചത്. AV രഞ്ജിത്തിന്റെ നിരാഹാരത്തിന്റെ 2ാം ദിവസം സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിവിധ സംഘടനകളും പ്രമുഖരും സമരപന്തലിലെത്തി. ഹക്കീം വധക്കേസ് അന്വേഷണം CBIക്ക് വിടാനായി വീണ്ടും കേന്ദ്ര സർക്കാരിനെ സമീപിക്കാമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉറപ്പ്. സമരസമിതി ഭാരവാഹികളുമായി തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം ഉറപ്പ് നൽകിയത്. ഹക്കീം വധക്കേസ് അന്വേഷണം CBIക്ക് വിടാനായി വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. CBI അന്വേഷണത്തിനുള്ള ഗൗരവം കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന വിജ്ഞാപനമായിരുന്നില്ല സംസ്ഥാന സർക്കാരിന്റേതെന്ന് ശ്രീകൃഷ്ണൻ MLAയും സംയുക്ത സമരസമിതി കൺവീനർ T പുരുഷോത്തമനും തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് കഴിഞ്ഞ ദിവസം ധരിപ്പിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം DGP TP സെൻകുമാർ, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ, ക്രൈംബ്രാഞ്ച് ADGP അനന്തകൃഷ്ണൻ, ADGP ഹേമചന്ദ്രൻ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. MLAമാരായ C കൃഷ്ണൻ, ജെയിംസ് മാത്യു, KK നാരായണൻ എന്നിവരും സമരസമിതി കൺവീനർ T പുരുഷോത്തമനും യോഗത്തിൽ സംബന്ധിച്ചു. മാലിന്യങ്ങൾ മാറാരോഗങ്ങൾ പരത്തുന്നുവെന്ന് വിളംബരപ്പെടുത്തുന്ന അധികൃതർ പലപ്പോഴും സ്വന്തം അധികാരപരിധിയിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നതായി ആക്ഷേപം. ഈ വസ്തുത ശരിവെക്കുകയാണ് ചെറുകുന്ന മാർക്കറ്റ് പരിസരത്തെ മാലിന്യ കൂമ്പാരം. ചെറുകുന്ന മത്സ്യമാർക്കറ്റിന് സമീപത്താണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്നത്. ചെറുകുന്ന കതിരിവക്കം തറയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ രാത്രികാലങ്ങളിൽ ഇവിടെ മാലിന്യം തള്ളുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിന് സൗകര്യമില്ലാത്തതാണ് മാർക്കറ്റ് പരിസരം മാലിന്യ കൂമ്പാരമായി മാറാൻ കാരണമായത്. മത്സ്യമാർക്കറ്റിലെ തൊഴിലാളികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. മഴ കൂടിയെത്തിയതോടെ മാലിന്യങ്ങൾ ചീഞ്ഞളിയാൻ തുടങ്ങി. കൊതുകുകൾ വർദ്ധിക്കാനും കാരണമായി. മലിനജലം കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വെള്ളം ഒഴുകിപ്പോകുന്നത് തടസ്സമായി. ഇത് മലിനജലം കെട്ടിക്കിടക്കാനും കാരണമായി. അസഹ്യമായ ദുർഗന്ധം കാരണം ഇതുവഴി യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചെറുകുന്നിലെ തണൽ സ്വയം സഹായ സംഘം പ്രവർത്തകർ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റും മുതിർന്ന ഡോക്ടറുമായ SC ഷേണായിയെ ആദരിച്ചു. ഡോക്ടറുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് മുൻ ഗവർണർ ഡോക്ടർ K ദാമോദരൻ ഡോക്ടർ SC ഷേണായിയെ പൊന്നാടി അണിയിച്ചു. തുടർന്ന് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് എഞ്ചിനീയർ രതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ K ഗോപിനാഥ്, റീജിയണൽ ചെയർമാൻ P ബാലൻ, ചിത്രാരാജൻ എന്നിവർ സംസാരിച്ചു. തന്റെ 72ാം വയസ്സിലും ഡോക്ടർ SC ഷേണായി തുടരുന്ന ആതുര സേവന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ആദരം സംഘടിപ്പിച്ചത്. ഡോക്ടർമാരായ ഷാൻബാഗ്, പ്രവീൺ ഗോപിനാഥ്, VC രവീന്ദ്രൻ, SD പ്രഭു, K മോഹൻ രാംദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പെരളം കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉണർവ് വയോജന പകൽ വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അനുമോദനവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പേർലത്ത് വയോജന പകൽ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. വയോജനങ്ങൾ വീടുകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വാർത്തകൾ എങ്ങും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന സത്യം വേദനയുളവാക്കുന്നതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ PV ഗൗരി പറഞ്ഞു. എന്താ പറയാ, ഏറ്റവും കൂടുതൽ സന്മനസ് കാട്ടിയ ഒരാളാണ് ഈ വേദിയിലിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുശീല ടീച്ചർ. വായനശാല എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചറുടെ ഒരു വേവലാതിയും വെപ്രാളവും എന്ന് പറയുന്നത് ഞങ്ങളെ എല്ലാം ഒരു അതിശയപ്പെട്ട ഒരു വാർത്തയാണ്. പ്രകൃതിമിത്ര അവാർഡ് ലഭിച്ച AV നാരായണനെയും ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച മെമ്പർ M കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. P ഗോവിന്ദൻ, KV രാധാമണി, KV അച്യുതൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച പറശ്ശിനിക്കടവ് മംഗലശ്ശേരി കടവ് ബോട്ട് സർവീസ് ജലരേഖയായി.
ബോട്ട് സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയെങ്കിലും ജനം പ്രതീക്ഷയോടെ കാത്തിരുന്ന പദ്ധതി എങ്ങുമെത്തിയില്ല. നിലവിൽ പറശ്ശിനിക്കടവ് മാട്ടൂൽ ബോട്ട് സർവീസ് നല്ല രീതിയിൽ നടത്താൻ അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട്. മാട്ടൂലിൽ നിന്നും കുപ്പം മംഗലശ്ശേരി വരെ സർവീസ് നീട്ടാനുമായിരുന്നു ആലോചന. ഇതിന്റെ ഭാഗമായി ഉൾനാടൻ ജലഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കുകയും ചെയ്തിരുന്നു. ആവശ്യമായ സ്ഥലങ്ങളിൽ ആഴം കൂട്ടാനും തീരുമാനിച്ചിരുന്നു. പഴയങ്ങാടി കുപ്പം റൂട്ടിൽ മുട്ടുകണ്ടി, കോട്ടക്കീൽ, പാറമൽക്കടവ്, മംഗലശ്ശേരി, മുതുകട, കുപ്പം തുടങ്ങിയ സ്ഥലങ്ങളിൽ ആവശ്യമായ ബോട്ട് ജെട്ടി നിർമ്മിക്കാനും പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ അനുകൂല നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇതോടൊപ്പം തന്നെ കക്കാട്, ഹോസ്ദുർഗ് ഉൾനാടൻ ജലഗതാഗതം ആരംഭിക്കാനും പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. 2015 മാർച്ച് മാസത്തോടെ പദ്ധതി പൂർത്തിയാകുമെന്നായിരുന്നു പ്രതീക്ഷ. പദ്ധതി പൂർത്തിയായാൽ ഇക്കോ ടൂറിസം രംഗത്തും വൻ കുതിച്ചുചാട്ടത്തിന് ഇത് വഴിയൊരുക്കും. ബോട്ട് സർവീസ് ആരംഭിക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സ്കൂൾ തുറന്ന് 1 മാസമായിട്ടും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പാഠപുസ്തകം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ പയ്യന്നൂരിൽ തെരുവ് പാഠശാല സംഘടിപ്പിച്ചു. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധ്യയന വർഷം എത്രയാണ്? 10 മാസം. 5 മാസം പുസ്തകം അച്ചടിക്കാൻ തന്നെയാവും. 1 മാസം അത് കെട്ടി വൃത്തിയാക്കിയിട്ട് സ്കൂളുകൾ എത്തിക്കാനാവും. അപ്പോൾ 6 മാസമായി. പിന്നെ ഈ പുസ്തകം നോക്കിയിട്ട് പഠിക്കാൻ എത്രയാ മാസം? 4 മാസം. അതിനിടയിൽ പരീക്ഷകൾ നടക്കണം, മറ്റു കാര്യങ്ങൾ നടക്കണം. ഏരിയ പ്രസിഡന്റ് ബബിൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് CB രഹ്നേജ്, ജില്ലാ കമ്മിറ്റി അംഗം MV ജിതിൻ എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ സൂചകമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രതിഷേധ പാഠപുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ചിറ്റാരിക്കൽ ചെറുപുഴ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരവുമായി ബസ് ജീവനക്കാർ രംഗത്തെത്തിയത്. മലയോര ഹൈവേയുടെ ഭാഗമായ ചിറ്റാരിക്കൽ ചെറുപുഴ റൂട്ടിൽ ബുധനാഴ്ച സ്വകാര്യ ബസ്സുകൾ സർവീസ് ബഹിഷ്കരിച്ചു. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ബസ് പണിമുടക്കുമായി ജീവനക്കാർ രംഗത്തെത്തിയത്. മെക്കാഡം ടാറിങ്ങിനായി റോഡിൽ നിന്നും മണ്ണ് നീക്കം ചെയ്ത ഭാഗത്ത് ചെളിക്കുളങ്ങൾ രൂപപ്പെട്ടതിനാൽ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മറ്റു വഴികളിലൂടെയാണ് ഗതാഗതം നടത്തുന്നത്. നല്ലവുംപുഴയിൽ നിന്ന് ചെറുപുഴയിലേക്കെത്താൻ 10 കിലോമീറ്ററിലധികം ദൂരം കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുന്നു. ഇത് ബസ്സുകൾക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും ബസ് ഉടമകൾ പറയുന്നു. 2 ആഴ്ചയോളമായി സാമ്പത്തിക നഷ്ടം സഹിച്ചാണ് ബസ്സുകൾ സർവീസ് നടത്തിയത്. എന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകാത്തതിനാലാണ് സർവീസ് ബഹിഷ്കരിക്കേണ്ടി വന്നതെന്നും ബസ് ഉടമകൾ പറഞ്ഞു. അനിശ്ചിതകാലത്തേക്കാണ് ബസ് സമരം പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും ബുധനാഴ്ച വൈകിട്ടോടെ PWD അധികൃതരുമായി നടന്ന ചർച്ചയെ തുടർന്ന് 10 ദിവസത്തിനുള്ളിൽ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുമെന്നും ഗതാഗതം സുഗമമാക്കുമെന്നും നൽകിയ ഉറപ്പിനാൽ അനിശ്ചിതകാല സമരം പിൻവലിക്കുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. പയ്യന്നൂർ ടോഫം ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താർ സംഗമം KN കണ്ണോത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടോഫോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമത്തിൽ അഡ്വക്കേറ്റ് PV ഷാജി അധ്യക്ഷനായി. മാടായിപ്പള്ളി ഖതീബ് ഉസ്താദ് മുത്തലിബ് അസ്ലമി സ്നേഹ സന്ദേശം നൽകി. അവിടെ ഉന്നതന്മാർക്ക് വേറൊരു വഴി, താഴ്ന്നവർക്ക് വേറൊരു വഴി, കറുത്തവർക്ക് വേറൊരു വഴി, അതുപോലെ തന്നെ വെളുത്തവർക്ക് വേറൊരു വഴി ഇല്ല. എല്ലാവർക്കും സമത്വമാണ്. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഹാരാർപ്പണം നടത്തി. അഡ്വക്കേറ്റ് മുനവർ M നാരായണൻകുട്ടി, MB ഉണ്ണികൃഷ്ണൻ, MB മുരളി, VN എരിപുരം, AP നാരായണൻ, K ജയരാജ്, അഡ്വക്കേറ്റ് V ഷാഹുൽ ഹമീദ്, അഡ്വക്കേറ്റ് റഷീദ് കൗവായി, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, MG ദിനേഷ്, അഡ്വക്കേറ്റ് VM വിജയരാഘവൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ MLA C കൃഷ്ണൻ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കനിമധുരം പദ്ധതിയുടെ ഭാഗമായുള്ള ഫലവൃക്ഷത്തൈ വിതരണം കരിവള്ളൂർ നിടവപ്പുറം സംഘശക്തി വായനശാല പരിസരത്ത് നടന്നു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T പത്മാവതി നിർവഹിച്ചു. കനിമധുരം പദ്ധതിയുടെ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ 2ാം ഘട്ട ഫലവൃക്ഷത്തൈ വിതരണോദ്ഘാടനമാണ് നടന്നത്. കിട്ടുന്ന തൈകൾ എല്ലാവരും നന്നായി പരിപാലിച്ച് പദ്ധതി വിജയമാക്കുകയും നാളെയിലേക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന കടമ നിറവേറ്റണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ T പത്മാവതി പറഞ്ഞു. വളരെ വലിയ നല്ല പങ്കാളിത്തത്തോടു കൂടിയാണ് പുത്തൂരി ഇതിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനത്തിൽ പങ്കാളിത്തത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണെന്നറിയില്ല, ആ പങ്കാളിത്തം കാണുന്നില്ല. ചടങ്ങിൽ MV അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. കാന ഗോവിന്ദൻ പദ്ധതി വിശദീകരണം നടത്തി. അപ്യാൽ രാഘവൻ ചടങ്ങിൽ സംബന്ധിച്ചു.
നിരവധി പേർ ബലവൃക്ഷ തൈകൾ വാങ്ങാനെത്തിയിരുന്നു. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പുണ്യത്തിൽ വിശ്വാസികൾക്ക് തുണയായി കണ്ടോത്തെ ജൈവ കർഷകൻ KVR കണ്ണൻ തികച്ചും ജൈവരീതിയിൽ തന്റെ തോട്ടത്തിൽ വിദേശ പഴങ്ങൾ ഉൾപ്പെടെ വിളയിച്ച് നോമ്പുതുറക്ക് നൽകിയാണ് കണ്ണൻ വിശ്വാസികൾക്ക് തുണയാകുന്നത്. പരിശുദ്ധ മാസത്തിന്റെ പുണ്യത്തിൽ കണ്ടോത്തെ KVR കണ്ണേട്ടന്റെ 2 ഏക്കർ തോട്ടത്തിൽ അത്തിമരങ്ങൾ നിറയെ കായ്ച്ച് കൗതുക കാഴ്ചയൊരുക്കുകയാണ്. ഇറാനിൽ നിന്നും മറ്റും നോമ്പുകാലത്ത് കേരളത്തിൽ അത്തിപ്പഴം എത്തുമ്പോഴാണ് ജൈവകൃഷിയിലൂടെ അവ സ്വന്തം മണ്ണിൽ വിളയിച്ച് ഈ ജൈവ കർഷകൻ മാതൃകയാവുന്നത്. വിപണിയിൽ 400 രൂപയോളം കിലോക്ക് വരുന്ന അത്തിപ്പഴത്തിന് റംസാൻ കാലത്ത് വൻ ഡിമാൻഡാണ്. നോമ്പുകാലത്ത് ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനാണ് അത്തിപ്പഴം ധാരാളമായി ഉപയോഗിക്കുന്നുവെങ്കിലും ക്യാൻസർ രോഗം അതിജീവിക്കുവാൻ അത്തിപ്പഴം കഴിക്കുന്നതുകൊണ്ട് സാധിക്കുമെന്നും കണ്ണേട്ടൻ പറയുന്നു. 400 രൂപയാണ് മാർക്കറ്റിൽ. ആ ഇറാനാണ് അത്തിപ്പഴം നമ്മൾ മാർക്കറ്റിൽ എത്തുന്നത്. അത് ചെറിയ പഴമാണ്. ആ പഴം പഴുക്കുമ്പോൾ തേനിൽ മുക്കി ഉണക്കിയിട്ട് പ്രസ് ചെയ്തിട്ടാണ് മാലമാലയായി കോത്തിട്ടാണ് നമ്മൾ 400 രൂപയ്ക്ക് മാർക്കറ്റിൽ എത്തുന്നത്. അതേസമയം എൻ്റെ വീട്ടിൽ തന്നെ ഒരു മരത്തിൻ്റെ 30 കിലോ ഉണ്ട്. അത് നമ്മൾ പഴുക്കുമ്പോൾ നമുക്ക് എന്തോ ജ്യൂസ് അടിച്ച് കുടിക്കാം. സംസ്കരണം നമുക്കറിയില്ലെങ്കിലും പഴുക്കുമ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കാം, പച്ച വറുക്കാം, പച്ച പറിച്ചിട്ട് നമുക്ക് കൂട്ടുകറിയിലിടാം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊന്നും നശിക്കുന്നില്ല. ക്യാൻസറിനെ അതിജീവിക്കേണ്ട ഘടകം അതില്ല. നമ്മുടെ നാട്ടിൽ തന്നെ 30 കിലോ ആണ് ഒരു മരം വെച്ച് പിടിപ്പിച്ചാൽ കിട്ടുന്നത്. ഏതു നേരത്തും ആർക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിൽ ഗേറ്റ് തുറന്നിട്ടാണ് കണ്ണേട്ടന്റെ കൃഷിയിടം. 2 ഏക്കർ ഭൂമിയിൽ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും നെല്ലും സുലഭം. സിംഗപ്പൂരിൽ യഥേഷ്ടം വളരുന്ന റംബുട്ടാൻ പഴം, പച്ച ആപ്പിൾ, വെള്ള ആപ്പിൾ, സ്റ്റാർ ഫ്രൂട്ട്സ്, മലേഷ്യൻ ആപ്പിൾ, ഗോവ മാമ്പഴം, മുസംബി, മുന്തിരി എന്നിവ വിളഞ്ഞു നിൽക്കുന്നു. 50ഓളം ഔഷധച്ചെടികളും 60ഓളം വൻവൃക്ഷങ്ങളും തോട്ടത്തെ സമ്പന്നമാക്കുന്നു. കൃഷിയോടൊപ്പം നല്ലൊരു അധ്യാപകനും കൂടിയാണ് കണ്ണേട്ടൻ. പയ്യന്നൂർ കൃഷിഭവന്റെ ഫാം സ്കൂളായി കണ്ണേട്ടന്റെ കൃഷിയിടത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 1000-ലധികം ക്ലാസുകൾ ഇവിടെ നടന്നു കഴിഞ്ഞു. 2011 കർഷക ശക്തി അവാർഡും കണ്ണൂർ ആത്മയുടെ അവാർഡും കണ്ണേട്ടനായിരുന്നു. ഇനി നാട്ടുപച്ച. ഗൃഹവൈദ്യത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും ഒറ്റമൂലിയായി വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. ഒരു ബഹുവർഷി ഔഷധിയായ പനിക്കൂർക്കയുടെ രോഗനിവാരണ ശേഷി പുതുതലമുറ വേണ്ടും വിധം മനസ്സിലാക്കുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഇലയും തണ്ടും രോമാവൃതമായ ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. രൂക്ഷമായ ഒരു ഗന്ധം ഇതിൽ നിന്നും പുറപ്പെടുന്നു. ലാമിയസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം കോളിയസ് അംബോയിനിക്കസ് എന്നാണ്. ഇതിൽ പ്രധാനമായും ഒരു ബാഷ്പശീല തൈലം അടങ്ങിയിരിക്കുന്നു. ഇതിൽ കാർവക്രോൾ എന്ന രാസവസ്തു ഉണ്ട്. പാമോലിക്, ഒലിയാനോലിക്, സെർസിമാരിറ്റിൻ തുടങ്ങി മറ്റനേകം രാസവസ്തുക്കളും ഇലയിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന വയറുവേദന, ചുമ, ജലദോഷം ഇവ ശമിപ്പിക്കുന്നു. ദഹനശക്തി വർദ്ധിപ്പിക്കുവാനും ഇത് ഉപകരിക്കുന്നു. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചുമയ്ക്കും പനിക്കും ഇതിന്റെ ഇല അല്പം ചൂടാക്കി അതിന്റെ നീര് ഞെക്കിപ്പിഴിഞ്ഞെടുത്ത് തേൻ ചേർത്ത് ദിവസം 3 നേരം എന്ന കണക്കിൽ 2-3 ദിവസം കൊടുത്താൽ അസുഖത്തിന് നല്ല ശമനമുണ്ടാകും. ഇതിന്റെ ഇല അരച്ചത് 6 ഗ്രാം മുതൽ 10 ഗ്രാം വരെ രാത്രി ഒരു തവണ വെള്ളത്തിൽ കലക്കി കുടിച്ച ശേഷം വയറിളക്കാൻ പറ്റിയ ത്രിഫല 6 ഗ്രാം വീണ്ടും ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ ഉദരകൃമികൾ വെളിയിൽ പോകും. ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ VC രവീന്ദ്രനെ ആദരിച്ചു. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ ഡോക്ടറെ പൊന്നാടി അണിയിച്ചു. പയ്യന്നൂർ സഭാശുപത്രിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ ഡോക്ടർ VC രവീന്ദ്രനെ പൊന്നാടി അണിയിച്ചു. തുടർന്ന് ഡോക്ടറുടെ സുത്യർഹമായ സേവനത്തെക്കുറിച്ച് ലഘുഭാഷണവും നടത്തി. സായി കിഷോർ, V നന്ദകുമാർ, PP സുമിത്രൻ, MP തിലകൻ, CM സത്യജിത്ത്, P ബിന്ദു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡോക്ടർ VC രവീന്ദ്രൻ മറുപടി ഭാഷണവും നടത്തി. പയ്യന്നൂർ സബ് ജില്ലാ സംസ്കൃത കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കാലടി സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ E ശ്രീധരൻ ഉപഹാര സമർപ്പണം നടത്തി. ഈ ഭാഷയോടൊപ്പം ഉണ്ടായ ഗ്രീക്ക് ഭാഷയും ലാറ്റിൻ ഭാഷയും ഒക്കെ തന്നെ
ആളുകൾ ഉപയോഗിക്കാതെ ഒരു ഭാഗത്ത് ഒതുങ്ങി കഴിയുമ്പോൾ സജീവമായിട്ട് രംഗപഥത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഭാഷ സംസ്കൃത ഭാഷയാണെന്ന് ഓർക്കുക. കഴിഞ്ഞ വർഷം UP ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ സബ് ജില്ലയിൽ നിന്ന് മികച്ച വിജയം നേടിയ കുട്ടികളെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത്. സബ് ജില്ലാ സംസ്കൃത കൗൺസിൽ അംഗം R ഗംഗാധരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. ട്രെയിനർ സാജൻ TC, HM ഫോറം കൺവീനർ IV രാമചന്ദ്രൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സബ് ജില്ലാ സംസ്കൃത കൗൺസിൽ സെക്രട്ടറി P ഗോവിന്ദൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി T മുരളീകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കേരള പ്രവാസി സംഘം ജില്ലാ സമ്മേളനം ആഗസ്റ്റ് 12 നടക്കും. മുന്നോടിയായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം ജില്ലാ സമ്മേളനം ആഗസ്റ്റ് 12 പിലാത്ര കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കും. മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഈ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുമായ പ്രവാസി സുഹൃത്തുക്കളെ അർഹിക്കുന്ന നിലയിൽ പരിഗണിക്കാൻ കേരളം തയ്യാറായിട്ടില്ല. പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് EMP അബൂബക്കർ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK അബ്ദുള്ള, CPIM മാടായി ഏരിയ സെക്രട്ടറി K പത്മനാഭൻ, IV ശിവരാമൻ, T പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി M രവി സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതിയുടെ ചെയർമാനായി K പത്മനാഭൻ, വൈസ് ചെയർമാൻമാരായി IV ശിവരാമൻ, K കുഞ്ഞിക്കണ്ണൻ, കൺവീനറായി PP രാജൻ, ജോയിന്റ് സെക്രട്ടറിയായി R കുഞ്ഞിക്കണ്ണൻ, K ജനാർദ്ദനൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. എടാട്ട് PS വിദ്യാലയത്തിൽ നിന്നും 9 വർഷത്തെ സർവീസിനു ശേഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ KN ഗോപിനാഥൻ നമ്പ്യാർക്ക് PTA യാത്രയപ്പ് നൽകി. PS പ്രസിഡന്റ് K രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രശസ്തമായ കാഞ്ഞങ്ങാടുള്ള ഹൈസ്കൂളിന്റെ അധിപനായ വ്യക്തിയായപ്പോൾ ഞങ്ങളെ ഈ സ്ഥാപനത്തിന് അനുയോജ്യനായ ഒരു ഭരണാധികാരിയെ അന്വേഷിക്കുന്ന സമയമാണ്. തേജ്രാജ് മല്ലർ, VP അപ്പുക്കുട്ട പൊതുവാൾ എന്നിവർ ഗോപിനാഥൻ നമ്പ്യാർക്ക് ഉപഹാര സമർപ്പണം നടത്തി. PTA പ്രസിഡന്റ് ഉപേന്ദ്ര ഷണായി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ജോൺ ജോസഫ് തയ്യിൽ, ഡോക്ടർ സത്യനാഥ് എന്നിവർ സംസാരിച്ചു. സീമ സ്വാഗതം ആശംസിച്ചു. KK നമ്പൂതിരി സ്മാരക തേനീച്ച വളർത്തൽ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 5 പയ്യന്നൂർ മയൂര ഓഡിറ്റോറിയത്തിൽ തേൻ ഔഷധ വിഭവ ക്ലാസും ആധുനിക ജീവിത രീതിയിൽ തേനീച്ച വളർത്തലിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. മൂലകങ്ങൾ ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് തേനീച്ചന്റെ വളർത്തലിൻ്റെയും തേനിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ അനന്ത സാധ്യതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന റിസോഴ്സ്, അതായത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന തേൻ. പരിപാടി ഓൾ ഇന്ത്യ റേഡിയോ കണ്ണൂർ സ്റ്റേഷൻ പ്രോഗ്രാം ഓഫീസർ PV പ്രശാന്ത് കുമാർ ഉദ്ഘാടനം ചെയ്യും. തേനിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് B സുനിൽ ക്ലാസ് എടുക്കും. ചടങ്ങിൽ കരിവള്ളൂർ ഈശ്വരൻ നമ്പൂതിരിയുടെ തേനിൽ ചാലിച്ച സംഗീത പരിപാടിയും ഉണ്ടാകും. ശങ്കരൻകുട്ടി, MT അന്നൂർ, മുരളീദാസ് പയ്യന്നൂർ, CK സുരേന്ദ്രൻ, KC കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂരിലെ വ്യാപാരിയും ചേംബർ അംഗവുമായ PC അഹമ്മദ് ഹാജിയുടെ നിര്യാണത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് അനുശോചിച്ചു. KU വിജയകുമാർ, MK ബഷീർ, K ഖലീൽ, P രാജീവൻ, MP തിലകൻ എന്നിവർ സംസാരിച്ചു. ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ രംഗത്തെ സാങ്കേതിക വിദഗ്ധനും കെൽട്രോൺ സ്ഥാപക ചെയർമാനുമായ KPP നമ്പ്യാരുടെ നിര്യാണത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് യോഗം അനുശോചനം രേഖപ്പെടുത്തി. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ, V നന്ദകുമാർ, MP തിലകൻ, VP സുമിത്രൻ, MK ബഷീർ, MK തയ്യിൽ എന്നിവർ പ്രസംഗിച്ചു. ഇനി മാറ്റൊലി. ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്ന കർഷക വായ്പകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതായി റിപ്പോർട്ട്. പ്രതികരണങ്ങൾ. മുഴുവൻ ആളുകളും ഈ കാർഷിക ആവശ്യത്തിനെടുക്കുന്ന വായ്പ കൃഷിക്കല്ല ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് ഇപ്പം റിസർവ് ബാങ്ക് ചില നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കൃഷിക്ക് വേണ്ടി എടുക്കുന്ന വായ്പകൾ പൂർണ്ണമായും ആ മേഖലയിൽ തന്നെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ കടങ്ങൾ അവർ യഥാസമയം അടച്ചു വീട്ടാനും ഈ കടം കൊണ്ട് ഈ പ്രയാസങ്ങൾ ഇല്ലാതാക്കാനും സാധിക്കുകയുള്ളൂ. ഇപ്പം നമുക്കറിയാം, എന്തെങ്കിലും പ്രത്യേക ഒരാവശ്യം വരുമ്പോൾ വീട്ടിലെ മക്കളുടെ കല്യാണമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ച് വലിയ തുക ലോൺ എടുക്കും. പിന്നീട് ഒരിക്കലും ഈ ലോൺ നമുക്ക് യഥാസമയം തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ഇത്തരം ആളുകൾ
സ്ഥിരമായിട്ട് ഈ കടക്കണിയിൽ അകപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളുണ്ട്. കാർഷിക വായ്പ കൃഷിക്ക് ഉപയോഗിക്കാനാണോ ഇനി മറ്റുള്ള രൂപത്തിലാണോ പോകുന്നത് നമുക്കറിയുന്നില്ല. അത് സാധാരണക്കാർക്ക് കിട്ടുന്നില്ല, ഇടനിലക്കാർക്ക് അത് കിട്ടുന്നു. അല്ലെങ്കിൽ നെൽകൃഷിയൊന്നും ഇപ്പോൾ ആരും നടത്തുന്നില്ലല്ലോ. കൃഷിക്കാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും കൃഷിക്കാരത് ഏറ്റെടുത്ത് ചെയ്യട്ടെ. നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് എത്താതെയും അതിൻ്റെ ചെലവ് കൃഷി ഉണ്ടാക്കേണ്ട കാർഷിക വിളകൾക്കുള്ള പല ആനുകൂല്യങ്ങളും ഇടനിലക്കാർ മുഖേന്ദ്രമാണ് പോകുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് താഴെത്തട്ടിലേക്ക് ആ വിവരങ്ങൾ പൂർണ്ണമായി എത്താതെ കൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കൂടുതൽ സബ്സിഡിയോ മറ്റ് ആനുകൂല്യങ്ങളോ കൃഷിഭവനിൽ നിന്നോ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ടിട്ട് കർഷകരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥ. കർഷകരെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്തെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ്. അതുമല്ല തുച്ഛവേതനത്തിൽ ജോലി ചെയ്യുന്ന കർഷകരാണ്. അവർക്ക് എന്ത് തന്നെ ആയാലും ആ ജോലി ഭാരം കുറച്ചുകൊണ്ട് തന്നെ തുല്യമായ വേതനം അവർക്ക് കൊടുത്തുകൊണ്ട് കിട്ടുന്നത് അത് കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന കർഷകർക്ക്. നമുക്ക് നമ്മുടെ മുഖ്യ ആഹാരം എന്ന് പറയുന്നത് നെൽകൃഷി തന്നെയാണ്. ആ കൃഷിക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളും അത് നമ്മുടെ ഗവൺമെൻറ്റിനോട് വാങ്ങിക്കേണ്ടത് കടമ നമ്മുടേതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരായ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. ഇടതുപക്ഷം നടത്തിയത് വില കുറഞ്ഞ രാഷ്ട്രീയ കുതിരക്കച്ചവടമെന്ന് പ്രതിപക്ഷം. പരാജയത്തിന്റെ ജാള്യത മറച്ചുവെക്കുവാനുള്ള തരംതാണ പ്രകടനമാണ് UDF-ന്റേതെന്ന് ഭരണപക്ഷം. പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ തെളിവെടുപ്പിനായി പുളിങ്ങോം കാനംവയലിലെത്തിച്ചു. വിവരമറിഞ്ഞ് കാനംവയലിൽ തടിച്ചുകൂടിയത് 100 കണക്കിന് ആളുകൾ. ഹക്കീം വധക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നിരാഹാര സത്യാഗ്രഹം 49ാം ദിവസത്തിലേക്ക്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് AV രഞ്ജിത്തിന്റെ നിരാഹാരം 2 ദിവസം പിന്നിട്ടു. അന്വേഷണം CBIക്ക് വിടാനായി വീണ്ടും കേന്ദ്ര സർക്കാരിനെ സമീപിക്കാമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉറപ്പു നൽകിയതായി സമരസമിതി ഭാരവാഹികൾ. ശുചിത്വ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും പ്രസംഗത്തിലൊതുങ്ങുന്നതായി ആക്ഷേപം. പ്രത്യക്ഷ ഉദാഹരണമായി ചെറുകുന്ന മാർക്കറ്റ് പരിസരം. മാലിന്യങ്ങളൊഴുകി പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ. പെരളം കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പണിതീർത്ത ഉണർവ് വയോജന പകൽ വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ അധികൃതരുടെ വീഴ്ച. പൂർണ്ണമായി തകർന്ന ചിറ്റാരിക്കൽ ചെറുപുഴ റൂട്ടിൽ പ്രതിഷേധ സൂചകമായി സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.